ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ലക്കസ്റ്റ് മൊമെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്, ദൈവത്തിന് നന്ദി പറയുന്നപ്പം തന്നെ താങ്ക്സ്ഫുൾ ആവുന്നത് ഈ ഒരു ഫാമിലിയോടാണ്. ഓക്കെ, അപ്പോ അനീഷും രഞ്ജിതയും മറ്റേ നമ്മുടെ ശ്രീദാസിന്റെയും സുധീഷിന്റെയും സഹായത്തോടു കൂടിയിട്ട് ഈ ബിസിനസ് പ്ലാൻ അവതരിപ്പിച്ചപ്പോ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു? വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താണ്, എങ്ങനെയാണ് തുടക്കം? വളരെ സ്ലോ ആയിട്ടായിരുന്നു, കാരണം സമയമില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോ അനീഷ് സാറ് ആയിക്കോട്ടെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ ഫാൻസി സ്റ്റോർ ഒക്കെ റൺ ചെയ്യുന്നത്. അദ്ദേഹം ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഫാൻസിയിലെത്തുന്നു. തിരിച്ചൊരു 11:30 സമയം കഴിഞ്ഞാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്, 12 മണി. ഈ സമയത്ത് തുടക്കത്തിലൊക്കെ വളരെ ലേസി ആയിട്ട് പോയിരുന്നെങ്കിൽ കൂടി ഈ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറെ വൈകിട്ടാണ്. നമ്മുടെ ഈ ബിസിനസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സാധ്യത മനസ്സിലാക്കുന്നത് കുറച്ച് വൈകിട്ടാണ്. ആ സമയത്ത് സമയമില്ലാതെ മനസ്സിലായപ്പോ പിന്നെ ഞായറാഴ്ചകൾ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് ഈ ഒരു മേഖല ഡെവലപ്പ് ചെയ്തിരുന്നത്. ഞായറാഴ്ചകള് പ്ലാനൊന്നും അറിയില്ല. ശ്രീദാസ് തിരൂര് വരും, പിന്നെ ആ ഒരു ദിവസം പ്ലാനിന്റെ ഒരു തേരോട്ടായിരുന്നു. അതോടുകൂടി ആ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു വർക്കും ഇല്ല, പിന്നെ ഓരോ ഞായറാഴ്ചകൾ മാത്രമായിരുന്നു. അങ്ങനെ ഞായറാഴ്ചകൾ മാത്രം ഉപയോഗപ്പെടുത്തി വർക്ക് ചെയ്താണ് ഇതിലും ബ്രോഡ്സ് ഡയറക്ടർ ആയത്. ഓക്കെ, പിന്നെ അവിടെ നിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു? അവിടുന്ന് ജസ്റ്റ് പിന്നെ സമയം, ഇതിന് ഏറ്റവും ബെനിഫിറ്റ് ആയ സമയത്ത് പിന്നെ കൂടുതൽ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ഫാൻസി സ്റ്റോർ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഫാൻസി സ്റ്റോർ പൂട്ടി, പിന്നെ ആ സമയം കൂടി ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഒന്നും കൂടി സ്പീഡായി, നമ്മളെ വർക്ക് ഒന്നും കൂടി സ്പീഡായി. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നമ്മളെ ഗ്രേറ്റ് കപ്പിത്താമായിട്ടുള്ള സുധീഷ് മർനാടൻ, ശ്രീദാസ് കടലൂർ, ആ ഒരു ഫാമിലി, അതോടൊപ്പം തന്നെ ശരിക്കും നമ്മൾക്ക് ഇതിലെ ഗൈഡൻസും കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് സീരിയസ് ആയി ചെയ്യാനുള്ളൊരു തോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് പാലക്കാട് വെച്ചിട്ട് വെങ്കടേഷ് സാർ ഒരു NDA അറ്റൻഡ് ചെയ്തു. അത് ശരിക്കും അത് അറിവല്ല, ഒരു തിരിച്ചറിവായിരുന്നു. ഇത് ശരിക്കും ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അതിലുള്ള ആ പോയിന്റുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വിന്നിംഗ് ടീമിന്റെ ഈ ഫ്രണ്ട് ലൈൻ ലീഡേഴ്സിന്റെ മൊത്തത്തിലുള്ള ഓരോ വാക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യില്ലെങ്കിലും ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളുമാണ് ശരിക്കും ഈ ബിസിനസ്സിൽ ശരിക്കും നമ്മളിലൊരു ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബിൽഡ് ചെയ്യാൻ സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. പാലക്കാടുള്ള NDA അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാക്കാനായിട്ട് സാധിച്ചു. ഞാൻ പാലക്കാട് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് കാരണം കൊണ്ട് വലിയ ഓർമ്മയില്ല. എന്തായാലും അങ്ങനൊരു ലീഡറെ അന്നത്തെ പ്രോഗ്രാമിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. വളരെ സന്തോഷം. ഈ കഴിഞ്ഞ തവണത്തെ അല്ല, ഇതിന് മുന്നത്തെ FRU എത്രത്തോളം നിങ്ങൾ? ഓക്കെ, ശരിക്കും FRU എന്നുള്ള മെഗാ ഇവന്റ്